ഹായുള്ള ഇന്നത്തെ ടോപ്പിക്ക് പേജിങ്ങിനെ കുറിച്ചാണ്. പേജിങ്ങും നമ്മൾ സെഗ്മെൻറ്റേഷൻ പറഞ്ഞതുപോലെ തന്നെ പേജിങ്ങും ഒരു മെമ്മറി മാനേജ്മെൻറ്റ് സ്കീമാണ്. അതായത് CPU ജനറേറ്റ് ചെയ്യുന്ന ലോജിക്കൽ അഡ്രസ്സിനെ നമുക്ക് ഫിസിക്കൽ മെമ്മറിയിലേക്ക്, അതായത് മെയിൻ മെമ്മറിയിലേക്ക് നമുക്ക് മാപ്പ് ചെയ്യണം, ഫിസിക്കൽ അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് CPU ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സിനാണ് നമ്മൾ ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. ദെൻ ആ ലോജിക്കൽ അഡ്രസ്സിനെ നമുക്ക് ഫിസിക്കൽ അഡ്രസ്സായിട്ട് മാപ്പ് ചെയ്യണം, അതായത് ഫിസിക്കൽ മെമ്മറിയിലേക്ക് മാപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ട് വരുന്ന രണ്ട് മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്സുകളാണ്, ഒന്ന് സെഗ്മെൻറ്റേഷനും ഒന്ന് പേജിങ്ങും. അപ്പോൾ സെഗ്മെൻറ്റേഷൻ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. ദെൻ പേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു നോൺ കണ്ടീജിയസ് മെമ്മറി അലോക്കേഷൻ ടെക്നിക്കാണ്. എന്ന് വെച്ചാൽ അടുത്തടുത്ത ലൊക്കേഷനിൽ ആവണം നിർബന്ധമില്ല. ഇപ്പോൾ ഒരു പ്രോസസ്സിനെ നമ്മൾ ഡിവൈഡഡ് ഇൻറ്റു നമ്പർ ഓഫ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ബ്ലോക്കും നമുക്ക് ഓരോ സ്ഥലത്തും സ്റ്റോർ ചെയ്യാം. അടുത്തടുത്ത ലൊക്കേഷൻസിൽ ഒരു പ്രോസസ്സിൻ്റെ ഫുൾ ബ്ലോക്കും സ്റ്റോർ ചെയ്യണം നമുക്ക് നിർബന്ധമില്ല. ഇപ്പോൾ പേജിങ്ങിൻ്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ മെമ്മറി ഈസ് ഡിവൈഡഡ് ഇൻറ്റു നമ്പർ ഓഫ് ബ്ലോക്സ്. അതേപോലെ നമ്മുടെ ലോജിക്കൽ മെമ്മറി, അതായത് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന പ്രോസസ്സ്, ആ പ്രോസസ്സിനെയും അതിനാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന സെക്കൻഡറി മെമ്മറിയിലാണല്ലോ. സോ അതാണ് ലോജിക്കൽ മെമ്മറി. സോ ലോജിക്കൽ മെമ്മറി ഈസ് ഡിവൈഡഡ് ഇൻറ്റു നമ്പർ ഓഫ് ഈക്വൽ സൈസ്ഡ് ബ്ലോക്സ്. അത് നമ്മൾ പറയുന്ന പേര് പേജസ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് പ്രോസസ്സ് എന്താണോ ആ പ്രോസസ്സിനെ നമ്മൾ നമ്പർ ഓഫ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിന് നമ്മൾ പറയുന്ന പേര് പേജസ് എന്നും നമ്മുടെ ഒറിജിനൽ മെമ്മറി, മെയിൻ മെമ്മറിനെ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ബ്ലോക്സ് നമ്മൾ പറയുന്ന പേര് ഫ്രെയിംസ് എന്നുമാണ്. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രത്യേകത, ഈ പേജിൻ്റെയും ഫ്രെയിമിൻ്റെയും സൈസ് സെയിം ആയിരിക്കും. ഇപ്പം ഞാൻ പേജിൻ്റെ സൈസ് 1K ആണ് സെറ്റ് ചെയ്തേക്കണമെങ്കിൽ ഫ്രെയിമിൻ്റെ സൈസും 1K. പേജിൻ്റെ സൈസ് 64K ആണെങ്കിൽ ഫ്രെയിമിൻ്റെ സൈസും 64K. ആ രീതിക്കായിരിക്കണം. ഇനി പേജിങ് എന്ന് പറഞ്ഞാൽ ഇസ് എ മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക് ഫോർ മാപ്പിംഗ് പേജസ് ഇൻറ്റു ഫ്രെയിംസ്. ഈ പേജസിനെ, അതായത് ലോജിക്കൽ മെമ്മറി ഈസ് ഡിവൈഡഡ് ഇൻറ്റു നമ്പർ ഓഫ് പേജസ്. ദാറ്റ് പേജസ് ഈസ് മാപ്ഡ് ഇൻറ്റു ഫിസിക്കൽ മെമ്മറി. അവിടെ ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പേജിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ പേജിങ്ങിൻ്റെ കേസിൽ സൈസ് ഓഫ് ദി പേജും ഫ്രെയിമും എന്തായിരിക്കണം, സൈസ് ഓഫ് ദി പേജും സെയിം ആയിരിക്കണം. ദെൻ ഇനി ഈ ഓരോ പേജിൻ്റെയും സൈസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ സൈസൊക്കെ ഡിഫൈൻ ചെയ്തേക്കുന്ന ഹാർഡ്വെയർ യൂസ് ചെയ്തിട്ട്, ഹാർഡ്വെയർ കമ്പോണൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ പേജിങ് കൺസെപ്റ്റ് ഒരു ഫിഗറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു ലോജിക്കൽ മെമ്മറി ഉണ്ട്, ദെൻ ഒരു ഫിസിക്കൽ മെമ്മറി ഉണ്ട്. ലോജിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ പ്രോസസ്സിനെയാണ് കേട്ടോ നമ്മൾ ലോജിക്കൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഒരു പ്രോസസ്സ് A1 ഉണ്ട്, A2 ഉണ്ട്, A3 ഉണ്ട്, A5 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതുണ്ട്, ഓരോ പ്രോസസ്സിനെ നമ്മൾ ഓരോ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിനെയാണ് നമ്മൾ പേജസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോജിക്കൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പം ദ പ്രോസസ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു നമ്പർ ഓഫ് പേജസ്. അത് നമ്മൾ ലോജിക്കൽ മെമ്മറി എന്ന് തന്നെ എഴുതുക കേട്ടോ. ലോജിക്കൽ മെമ്മറി ഈസ് ഡിവൈഡഡ് ഇൻറ്റു നമ്പർ ഓഫ് പേജസ്. അപ്പോൾ ഇവിടെ നമുക്ക് 4 പേജസ് ഉണ്ട്, പേജ് 0, പേജ് 1, 2 ആൻഡ് 3. അതേപോലെ ഫിസിക്കൽ മെമ്മറി ഈസ് ഡിവൈഡഡ് ഇൻറ്റു നമ്പർ ഓഫ് ഈക്വൽ സൈസ്ഡ് ബ്ലോക്സ്. അത് നമ്മൾ ഫ്രെയിംസ് എന്നാണ് പറയുന്നത്. സോ ഫ്രെയിം നമ്പർ നമ്മളവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. 0 to 7 വരെ ഫ്രെയിം നമ്പർ നമ്മൾ ഈ മെയിൻ മെമ്മറിയിൽ എഴുതിയിട്ടുണ്ട്. ദെൻ ഒരു പേജ് ടേബിളുണ്ട്. ആ പേജ് ടേബിളിനകത്ത് 2 കാര്യങ്ങളാണുള്ളത്, ഒന്ന് ഫ്രെയിം നമ്പറും ഒന്ന് പേജ് നമ്പറും. ഫസ്റ്റ് വരുന്ന പേജ് നമ്പറാണ് 0, 1, 2, 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് ബ്ലൂ കളറിൽ കിടക്കുന്നതാണ് 1437, അതാണ് ഫ്രെയിം നമ്പർ. അതിനർത്ഥം 0th പേജ് ഫസ്റ്റ് ഫ്രെയിമിൽ സ്റ്റോർ ചെയ്യുക, ഫസ്റ്റ് പേജ് 4th ഫ്രെയിമിൽ സ്റ്റോർ ചെയ്യുക, സെക്കൻഡ് പേജ് 3rd ഫ്രെയിമിൽ സ്റ്റോർ ചെയ്യുക, 3rd പേജ് 7th ഫ്രെയിമിൽ സ്റ്റോർ ചെയ്യുക. അടുത്തടുത്താവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇനി ഫിസിക്കൽ മെമ്മറി നോക്കി, ഇപ്പം നമ്മൾ പറഞ്ഞ രീതിക്കാണ് സ്റ്റോറിങ് വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് പേജിങ് ഹാർഡ്വെയറാണ്. ഈ പേജിങ് ഹാർഡ്വെയർ നമ്മൾ ഓൾറെഡി സെഗ്മെൻറ്റേഷൻ ഹാർഡ്വെയറിലും പഠിച്ചേക്കുന്ന കൺസെപ്റ്റ് തന്നെയാണ്, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ.
നമ്മുടെ ഇവിടെ സി പി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ അഡ്രസ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ സി പി യു പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോജിക്കൽ അഡ്രസ്സിനകത്ത് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് പി മീൻസ് പേജ് നമ്പർ, ഡി മീൻസ് ഓഫ്സെറ്റ്, അതായത് ഇന്ന പേജിൽ എത്രാമത്തെ ലൊക്കേഷനിലാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണ് പേജ് നമ്പർ 5-ൽ 500-ാമത്തെ പൊസിഷൻ. അപ്പോൾ പേജ് നമ്പർ എന്ന് പറയുന്ന 5-ഉം 500 എന്ന് പറയുന്നതായിരിക്കും ഓഫ്സെറ്റ്, എത്രാമത്തെ പൊസിഷൻ. ഇതാണ് നമ്മുടെ ലോജിക്കൽ അഡ്രസ്സ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് കിട്ടിയേക്കുന്ന പേജ് നമ്പർ ഉണ്ടല്ലോ, ആ പേജ് നമ്പർ വെച്ചിട്ട് നമ്മൾ പേജ് ടേബിളിൽ പോയി നോക്കും. അപ്പോൾ പേജ് ടേബിളിൽ 2 കാര്യങ്ങളുണ്ട്, പേജ് നമ്പറും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രെയിം നമ്പറും. ഇപ്പോൾ ഞാൻ നോക്കുന്ന പേജ് നമ്പർ 5 ആണ്. 5 എന്നുള്ള ലൊക്കേഷനിൽ പോയി നോക്കുക. 5 എന്നുള്ള ലൊക്കേഷനിൽ നോക്കുമ്പോൾ അവിടെ കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫ്രെയിം നമ്പർ കിടപ്പുണ്ട്. ആ ഫ്രെയിം നമ്പർ ഇപ്പോൾ ഒരു 8 ആണെന്ന് വിചാരിക്കാം. ആ ഫ്രെയിം നമ്പർ എടുക്കുക, ആ ഫ്രെയിം നമ്പർ ഫിസിക്കൽ മെമ്മറിയിലേക്ക് നോക്കുക. ഫ്രെയിം നമ്പർ 8-ൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ലൊക്കേഷനെ, ഈ ഒരു പേജ് മാപ്പ് ചെയ്യേണ്ടത് എന്താണേലും ആ ഒരു ഫിസിക്കൽ മെമ്മറിയിലായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ അപ്പോൾ അഡ്രസ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഇക്വേഷൻ വഴി പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു മാപ്പിംഗ് ആണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പേജ് നമ്പർ എടുത്തു. ആ പേജ് നമ്പർ എടുത്തിട്ട് പേജ് ടേബിളിൽ പോയി നോക്കി. പേജ് ടേബിളിൽ നമ്മുടെ പേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രെയിം നമ്പർ കിടക്കുന്നുണ്ട്. ഫ്രെയിം നമ്പർ വെച്ചിട്ട് നമ്മൾ എവിടെയാണോ ഫിസിക്കൽ മെമ്മറിയിൽ മാപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് ഇപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ഒരു ഓഫ്സെറ്റ് തന്നിട്ടുണ്ട്, ദെൻ പേജ് നമ്പറൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഫിസിക്കൽ അഡ്രസ്സ്, ആ കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യം നമ്മൾ മാപ്പിംഗ് ആണ് പറഞ്ഞത്, ഇനി നമ്മൾ പറയുന്ന കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: ഫിസിക്കൽ അഡ്രസ്സ് ഈക്വൽ ടു ഫ്രെയിം നമ്പർ ഇൻറ്റു പേജ് സൈസ് പ്ലസ് ഓഫ്സെറ്റ്. അപ്പോൾ ഫിസിക്കൽ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത് ഫ്രെയിം നമ്പർ. ഇപ്പോൾ ഒരു പടം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഫ്രെയിം നമ്പർ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫ്രെയിം നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ മെമ്മറിയിൽ ഈ ഗ്രീൻ കളറിൽ കാണിച്ചേക്കുന്നതാണ് ഫ്രെയിം നമ്പർ. 0, 1, 2, 3 അങ്ങനെ നമുക്ക് 7 ഫ്രെയിംസ് ഉണ്ട്. ഇതാണ് ഫ്രെയിം നമ്പർ. അപ്പോൾ എത്രാമത്തെ ഫ്രെയിമിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ അങ്ങനെ ഫ്രെയിം നമ്പർ കിട്ടി. ആ ഫ്രെയിം നമ്പർ ഇപ്പോൾ 5 ആണെങ്കിൽ 5 ഇൻറ്റു പേജ് സൈസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. അങ്ങനെ ചോദിക്കുവാണെങ്കിൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുവാണെങ്കിൽ പേജിൻ്റെ സൈസ് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ 4K ആണെങ്കിൽ 4K ആണ് പേജിൻ്റെ സൈസ് എങ്കിൽ അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇൻറ്റു പ്ലസ് ഓഫ്സെറ്റ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓഫ്സെറ്റ് ഉണ്ടല്ലോ, എത്രാമത്തെ ലൊക്കേഷനിലാണെന്ന്, അത് വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യുക. ഇപ്പോൾ ഇതാണ് ഇക്വേഷനായിട്ട് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ലോജിക്കൽ അഡ്രസ് 3 എന്നുള്ള നോക്കിയേ. ലോജിക്കൽ അഡ്രസ് 3 പേജ് 0 ഓഫ്സെറ്റ് 3, അതായത് ലോജിക്കൽ അഡ്രസ് ഓഫ് 3 എന്ന ഒരു ലൊക്കേഷനിലെ അഡ്രസ്സ് ഞാൻ കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ അവിടെ പേജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് പേജ് നമ്പർ 0 എന്താണ് തന്നിട്ടുണ്ട്, ഓഫ്സെറ്റ് 3 ആണെന്നും നമുക്കറിയാം. ദെൻ അതിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബ്രാക്കറ്റിൽ എഴുതിയേക്കും നോക്കുക. 5 ഇൻറ്റു 4 പ്ലസ് 3. 5 എന്ന് പറയുന്നത് ഫ്രെയിം നമ്പർ. ദെൻ പേജ് സൈസ് 4K ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് 5 ഇൻറ്റു 4 പ്ലസ് ഓഫ്സെറ്റ് 3. ടോട്ടൽ വാല്യൂ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് 23 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്കൽ അഡ്രസ്സിൻ്റെ ഇക്വേഷൻ കറക്റ്റായിട്ട് അറിഞ്ഞു വയ്ക്കുക. ഫ്രെയിം നമ്പർ ഇൻറ്റു പേജ് സൈസ് പ്ലസ് ഓഫ്സെറ്റ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ പേജ് സൈസ് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ഏത് ഫ്രെയിമിലാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഏത് ഓഫ്സെറ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ടാവും. ഡയറക്റ്റ് ഇക്വേഷൻ ഇടുക, അപ്ലൈ ചെയ്യുക. ഇത്രയാണ് മെയിനായിട്ടും പേജിങ്ങിനകത്ത് വരുന്നത്. ഇതിന് അഡ്വാൻറ്റേജസ് ഓഫ് പേജിങ്: ഈസി ടു യൂസ് മെമ്മറി മാനേജ്മെൻറ്റ് അൽഗോരിതമാണ്. എളുപ്പത്തിന് നന്നായിട്ട് ഏറ്റവും ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അൽഗോരിതമാണ്. നോ നീഡ് ഫോർ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ. അപ്പോൾ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്താണ്, ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്തൊക്കെയാണെന്ന് നമ്മൾ സെഗ്മെൻറ്റേഷൻ എന്നുള്ള ടോപ്പിക്ക് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു
ഒരു ബ്ലോക്ക് എടുത്തു. ആ ബ്ലോക്കിലേക്ക് ഞാനൊരു ഡേറ്റ ഒരു 500 KB ഉള്ളൊരു ബ്ലോക്കാണെന്ന് വിചാരിക്കുക. എൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യേണ്ട ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 300 KB ഉള്ളൂ. അപ്പോൾ റിമൈനിങ് ഈ 500ലേക്ക് കൊണ്ട് ഞാൻ 300 പ്ലേസ് ചെയ്യാൻ പോവുക. റിമൈനിങ് 200 വേസ്റ്റ് ആവുന്നു. ഇതിനെയാണ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു 500 KB ഉള്ളൊരു ഡേറ്റ മെമ്മറിയിൽ പ്ലേസ് ചെയ്യണം. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ഈ 500 ഇല്ല. പല പല സ്ഥലങ്ങളിൽ എല്ലാം കൂടെ കൂട്ടിയാൽ 500 ഉണ്ട്. പക്ഷെ നമുക്ക് കാര്യമില്ല, പല പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അതിനെയാണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നോ നീഡ് ഫോർ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ. ദെൻ സ്വാപ്പിംഗ് ഈസ് ഈസി ബിറ്റ്വീൻ ഈക്വലി സൈസ്ഡ് പേജസ് ആൻഡ് ഫ്രെയിംസ്. രണ്ടും ഈക്വൽ സൈസാണ്. സോ അതുകൊണ്ട് സ്വാപ്പിംഗ് ഈസിയാണ്. സെഗ്മെൻറ്റേഷൻ പോലെ സ്വാപ്പിംഗ് നമുക്കത്ര സെഗ്മെൻറ്റേഷൻ്റെ കേസിൽ വേരിയബിൾ സൈസ് സെഗ്മെൻറ്റ്സ്. അപ്പോൾ നമ്മളതിനെ കറക്റ്റ് ഫിക്സ്ഡ് സൈസായിട്ടൊന്നും കൺവേർട്ട് ചെയ്യുന്നില്ല. ദെൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് പേജിംഗ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ടാവും. അതേപോലെ പേജ് ടേബിൾസ് കൺസ്യൂം അഡീഷണൽ മെമ്മറി. ഈ പേജ് ടേബിൾ എത്ര പേജസ് ഉണ്ടോ അത്രയും എൻട്രീസ് പേജ് ടേബിളിലുണ്ടാവും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ചിലപ്പം വലുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മെമ്മറി ഓവർ ഹെഡ് ഉണ്ടാവും. ദെൻ മൾട്ടി ലെവൽ പേജിങ് മേ ലീഡ് ടു മെമ്മറി റെഫറൻസ് ഓവർ ഹെഡ്. ആ രീതിക്കും വരാം. മൾട്ടി ലെവൽ പേജിങ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു പേജിങ്ങിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ അടുത്ത റെഫറൻസ് കിട്ടും. അതിൽ നിന്ന് പോകുമ്പോഴാണ് ഒറിജിനൽ ഫിസിക്കൽ അഡ്രസ്സ് കിട്ടുന്നത്. ആ രീതിക്ക് നമ്മൾ റെഫർ ചെയ്ത് പല പല ലെവൽസിലൂടെ കടന്നു പോകുന്നതിനാണ് മൾട്ടി ലെവൽ പേജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് പേജിങ്ങിനകത്ത് വരുന്ന എസ്സേ ചോദിക്കുവാണെങ്കിൽ പേജിങ് എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങളാണ്. താങ്ക് യു.